വൈകുന്നേരം കാലിച്ചായ. ഞാൻ പക്ഷെ ചായക്കടക്കാരനായിരുന്നില്ല. ആദ്യം വർക്ക്ഷോപ്പിൽ പോയി, വർക്ക്ഷോപ്പ് മെക്കാനിക്സ് ഒക്കെ പഠിച്ചു, താല്പര്യം കുറെ ഓടി. കേട്ടോ, നമ്മുടെ പാലക്കാട് ഉപ്പുംപാടം പറഞ്ഞ സ്ഥലത്ത് ഒരു ചായക്കട ഒരു 80 കാലഘട്ടത്തിൽ പോലെ ഉള്ളിലുണ്ട്. കയറി നോക്കണു, വർണ്ണക്കടലാസും ഒരുപാട് കലണ്ടറുകളും ആനന്റെ ചിത്രവും കാര്യങ്ങളെ കൂടി കണ്ടപ്പോ ആകെ നെട്ടിപ്പോയി. 80 കാലഘട്ടത്തേക്ക് പോയൊരു ഫീല്. അത് മാത്രമാണ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പഴയ പാട്ട് പെട്ടി സ്പീക്കറും അങ്ങനെ കലണ്ടറും മാപ്പും ആനകളുടെ ചിത്രവും ഇതൊക്കെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയിട്ടോളി. എല്ലാ വർഷത്തെ കലണ്ടറും ഉണ്ട്. അച്ഛാ ഒരു ചായ അടിക്കും പറഞ്ഞു. അച്ഛൻ അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി ചായയൊക്കെ എടുക്കാണ്ട് ഒഴിച്ചു. ചായയൊക്കെ നന്നായി ആറ്റി. എന്തായാലും അച്ഛാ എത്ര വർഷം പറഞ്ഞു? 10-30 വർഷം പറഞ്ഞു. അപ്പോഴേക്ക് അമ്മ ഇഡ്ലിയും കൊണ്ട് വന്നു. ഇഡ്ലിന്റെ കൂടെ ഈ ഗാന്ധി, അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരു വേറെ ലെവലാണെന്നുള്ളത്. ഈ ഇഡ്ലിന്റെ കൂടെ കുറച്ച് ഗാന്ധിയും ആ ചട്നിന്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, 90-ലൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ച അതേ ഫീല്. ഈ ഗാന്ധി ഹൈലൈറ്റ് സാധനം, ഒന്നും പറയാനില്ല. അപ്പോഴേക്ക് എന്നെ ദോശയും കൊണ്ടുവന്നു ആ ഗാന്ധി. ഞാൻ തന്നെ അങ്ങോട്ട് തീർത്തു. ആ ഗാന്ധി മൊത്തം അവിടെ ഉള്ളത്. ദോശയും നമ്മുടെ പഴയ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു 80-ലേക്ക് അങ്ങോട്ട് പോയി നേരെ. അത് കഴിയുമ്പോഴേക്കാണ് അത് വിറകടുപ്പിൽ അമ്മന്റെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കി. അച്ഛനൊക്കെ നോക്കണു. എന്തായാലും ഇത് അമ്മിക്കുഴ, അത് പകുതി തേഞ്ഞിക്കണു. എന്തായാലും അടിപൊളി.